ഹലോ ഓൾ, തനിക്കുട്ടിൻ്റെ സ്കൂൾ അസൈൻമെൻറ്റ് പാർട്ടായിട്ടൊരു സ്ക്രാപ്പ് ബുക്ക് പ്രിപ്പയർ ചെയ്യണമായിരുന്നു. ബേസ്ഡ് ഓൺ 5 ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതിനെ പറ്റി. ഫസ്റ്റ് വൺ വുഡായിരുന്നു. വുഡ് നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. എനിക്ക് ചെറിയൊരു വുഡൻ പീസ് കിട്ടി, ഞാനത് പേസ്റ്റ് ചെയ്ത് വെച്ചു. പിന്നെ തനിക്കുട്ടിൻ്റെ ഐഡിയയിലുള്ള ഒരു വുഡിൻ്റെ പിക്ചർ അവിടെ അപ്പുറത്ത് വരച്ച് വെച്ചു. പിന്നെ നമുക്ക് വുഡിൻ്റെ ഡെഫിനേഷൻ, അതിൻ്റെ മെയിൻ യൂസസ് ഒരു പേപ്പറിൽ എഴുതി. പിന്നെ നെക്സ്റ്റ് വൺ പ്ലാസ്റ്റിക് നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. പിന്നെ തനുവിൻ്റെ കോൺസെപ്റ്റിലുള്ള ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ പിക്ചറാണ് തനിക്കുട്ടിനെ അവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഡെഫിനേഷൻ, അതിന് മെയിൻ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നത്. പിന്നെ തേർഡ് വൺ മെറ്റൽ. എനിക്കൊരു ചെറിയൊരു മെറ്റൽ ബട്ടൺ കിട്ടി, ഞാനത് അവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തനുക്കുട്ടൻ്റെ ഐഡിയയിലുള്ള കുറേ മെറ്റൽസിൻ്റെ പിക്ചേഴ്സ് അവിടെ നിങ്ങൾക്ക് കാണാം. പിന്നെ മെറ്റലിൻ്റെ ഡെഫിനേഷൻ, അതിൻ്റെ കോമൺ ആയിട്ടുള്ള യൂസസ്, അതിൻ്റെ ടെക്സ്ചേഴ്സ്, അതിനെപ്പറ്റി ഒരു ചെറിയൊരു പേപ്പർ ഞാൻ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ ഫോർത്ത് വൺ ഫാബ്രിക്സ് ആണ്. ഫാബ്രിക്സിൻ്റെ ഒരു പിക്ചറാണ്, തനിക്കുട്ട ഷർട്ടിൻ്റെ പിക്ചറാണ് വരച്ച് വെച്ചേക്കുന്നത്. കണ്ടാൽ ഒരു ഹ്യൂമൻ ഹാർട്ട് പോലെ തോന്നും. പിന്നെ ഫാബ്രിക്സിൻ്റെ ഡെഫിനേഷനും അതിൻ്റെ മെയിൻ യൂസസും. പിന്നെ ലാസ്റ്റ് വൺ പേപ്പറാണ്. പേപ്പർ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ പേപ്പറിൻ്റെ ഒരു എക്സാമ്പിളാണ് തനിക്കുട്ടിനെ അവിടെ വരച്ച് വെച്ചിരിക്കുന്നത്, ബുക്ക്. പിന്നെ പേപ്പറിൻ്റെ ഡെഫിനിഷൻ, അതെന്താണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.